കുഞ്ഞാവ് ഗൾഫിന്ന് വരികയാണല്ലോ. ഇപ്പൊ തന്നെ പോയി നോക്കാം, വല്ലതും തടഞ്ഞാലോ. ഒന്നുമില്ലെങ്കിലും ഒരുമിച്ച് ഒരു ക്ലാസ് പഠിച്ച ആളല്ലേ, 2ാം ക്ലാസ് വരെ ആണെങ്കിലും ഓനത് ഓർമ്മല്ലാണ്ടിപ്പോ. അല്ലെങ്കിൽ ഇപ്പം വേണ്ട, നാളാവട്ടെ. ആരാ, എന്ത് വേണം? എടാ കള്ള പന്നി, നമുക്ക് അനക്ക് ഞമ്മളെ മനസ്സിലായില്ല? ഇത് ഞമ്മളാണ്ട ഗഫൂറ്. ഈ വല്ലാത്തൊരു ഭയം തന്നെ. ആരാണെന്നല്ലേ ചോദിച്ചത്? ഏത് ഗഫൂർ? എടാ അന്റെ കൂടെ 2ാം ക്ലാസ് പഠിച്ച ഗഫൂറ്. ഓ, ഈ ഇപ്പം വലിയ ഗൾഫുകാരനായപ്പം പഴയ ചെങ്ങായിനൊക്കെ മറന്നുമില്ലേ? സോറി ഗഫൂറെ, എനിക്ക് മനസ്സിലായില്ല. വരൂ വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ. ഇല്ല, ഞമ്മൾ ഇരിക്കുന്നില്ല. ആരെങ്കിലും കരുതും ഞമ്മൾ അന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തോണ്ടാൻ വന്നാന്ന്. ഞമ്മക്ക് അന്നൊന്ന് കണ്ണ് നിറച്ച് കണ്ടാ മതിയടോ. മൂത്ത് ഹബീബേ കണ്ട് ഇനി നമ്മൾ പോവുകയാണ്. അങ്ങനെ പോവല്ലേ ഗഫൂറെ. വേണ്ട, ഈ നമ്മളെ നിർബന്ധിക്കരുത് കുഞ്ഞാമു. ഞമ്മക്ക് ഇതൊന്നും ശീലല്ല. ഞമ്മൾ ഇരിക്കൂല. അഥവാ ഞമ്മൾ ഇരുന്നാലിക്ക് ചായ തരും, ഞമ്മളത് കുടിക്കൂ. പിന്നെ പോരാൻ നേരം വല്ല മൊബൈലോ വാച്ചോ അങ്ങനെ എന്തെങ്കിലും തരൂ, ഞമ്മളത് വാങ്ങേണ്ടി വരൂ. അതൊന്നും ശരിയാവൂല. വെറുതെ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണേ? ഗഫൂറ് വിഷമിക്കണ്ടോ. ഇത്തവണ വരുമ്പോ ഞാൻ വാച്ചും കൊണ്ടുവന്നിട്ടില്ല, മൊബൈലും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലേ? അത് വെറുതെ. ഇല്ലടോ, സത്യമായിട്ടും കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ എനിക്കറിയാം നമുക്ക് ഈ മനസ്സിന് കൊടുക്കാത്ത വലാലാണെന്ന്. ഒന്നുമില്ലെങ്കിലും നമ്മൾ എന്റെ ക്ലാസ്മേറ്റ് അല്ലടോ. ഒരു പഴയ മൊബൈലെങ്കിലും തന്നൂടെ, നന്ദിയില്ലാത്ത ജന്തു.